എന്നാ പിന്നെ അത് പറഞ്ഞൂടെ? തൻ്റെ ഇത്തരം ക്വാളിറ്റീസൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമല്ലേ? ഇന്നെന്തായാലും തന്നെ പഴയ ഗാഥയായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്കിഷ്ടമുള്ള ഗാഥയായിട്ട്. വാ. അതെ, ഈ ലോട്ടറി അവിടെ എവിടെയെങ്കിലും വെച്ചേക്കൂ, ആരെങ്കിലും എടുത്തോട്ടെ. നമ്മളിതൊന്നും നോക്കാൻ പോകുന്നില്ലല്ലോ. ശരിയാ, പറ്റുമെങ്കിൽ നല്ലൊരു സമ്മാനം കൂടെ കിട്ടട്ടെ പാവത്തിന്. ആ, അത് ശരിയാ. ഇവിടെ ഇരിക്കട്ടെ, വാ. ഈശ്വര, എൻ്റെ മുന്നിൽ ഇപ്പം നിൽക്കുന്ന ഈ ഗാഥ എന്തൊരു ശാന്തയാണ്. അയാളുടെ നോട്ടവും ചിരിയെല്ലാം എത്ര ആകർഷണീയമാണ്. എപ്പോഴും എൻ്റെ ഗാഥയെ ഇതേ അവസ്ഥയിൽ നിലനിർത്തണേ. പാവം നവീൻ, വീണ്ടും എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭഗവാനെ, നവീന്റെ മനസ്സിൽ സന്തോഷമായിട്ടിരിക്കാൻ എന്താണോ വേണ്ടത് അത് നടത്തി കൊടുക്കണേ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനായിട്ട് നവീൻ മാറണേ. സംശയം തോന്നിപ്പോ താൻ തന്നെയാണോ ഇതെന്ന്. അത്രയ്ക്കായിരുന്നില്ലേ സംഭവിച്ചത്? എന്താ കാര്യം എന്നറിയാതെ എങ്ങനെ ഞാൻ മറുപടി പറയാ? ഗാഥ, വാ നമുക്ക് പോ. ഇനി എന്താ തനിക്ക് പറയാനുള്ളത്? കേക്കട്ടെ. കഥ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ മുത്തശ്ശിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ പൊറുക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റത്തില്ല. തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനൊന്നും ഞാനില്ല. പക്ഷേ വീട്ടിലെ കാരണവന്മാർ, അതും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ, അവരോട് മോശമായിട്ട് പെരുമാറാന്ന് പറഞ്ഞാൽ, അവരുടെ അടുത്ത് കയ്യും നാവൊക്കെ ഉയരാന്ന് പറഞ്ഞാൽ. നവീൻ ക്ഷമിക്കൂ, ഗാഥയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എന്ത്? ഗാഥയ്ക്ക് വേണ്ടി താൻ മാപ്പ് ചോദിക്കാന്നോ? അതെങ്ങനെ? അത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ നവീൻ, ഒന്നും ഞാൻ കരുതി കൂട്ടി ചെയ്യുന്നതല്ല. എനിക്ക് എല്ലാവരെയും ഇഷ്ടം. നവീൻ സ്നേഹിക്കുന്ന എല്ലാവരെയും നവീനെ പോലെ ഇഷ്ടം. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിച്ചോളാം. ഇനി ഞാൻ മേലിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. ആ പ്രതീക്ഷയോടെയാണോ ഇത്രയും കാലം തന്നെ ഞാൻ കാത്തിരുന്നത്? ഗാഥ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ താൻ തയ്യാറായാലുണ്ടല്ലോ, ഏറ്റവും നല്ല കുടുംബജീവിതമായിരിക്കും നമ്മുടേത്, ഉറപ്പ്.
താൻ എന്തീ നോക്കുന്നു? ആ, ഒന്നുമില്ല. എന്നാ താനിങ്ങ് വന്ന് ഉം. വാടോ.